ഹായ്. നമ്മൾ വായിക്കുന്നത് രണ്ട് മെത്തേഡുകൾ വഴിയാണ്. അതിൽ ഒന്നാമത്തത്, നമ്മൾ ഒരു പുതിയ വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിലെ സൗണ്ടുകൾ നമ്മൾ പല പല സൗണ്ടുകളായിട്ട് മുറിച്ച് അത് ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മൾ അതൊരു വേർഡായിട്ട് വായിക്കുന്നത്. ഇനി ഇങ്ങനെ പഠിച്ച ഒരു വാക്കിനെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡിക്ഷണറി ഉണ്ട്, വാക്കുകളുടെ ഒരു ഡിക്ഷണറി. ആ ഡിക്ഷണറിയിൽ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ പഠിച്ച വാക്കുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അതൊരു പാറ്റേൺ പോലെ, അതായത് ഒരു അച്ചിൽ വാർത്തെടുത്തത് പോലെ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. നമുക്കത് ഫുള്ളായിട്ട് ഓരോ ആൽഫബറ്റ്സും വായിക്കാണ്ട് തന്നെ നമുക്കത് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് സ്പീഡിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ മിസ്റ്റേക്ക് വരാനും സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഫെമിലിയർ ആയിട്ട് നമ്മുടെ ഡിക്ഷണറിയിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന വാക്കുകൾ പോലെയുള്ള വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ അകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ നമ്മൾ തെറ്റ് വരുത്തുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ബ്രെയിൻ പറയും ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാക്കാണെന്ന് പറയും, പക്ഷെ നമ്മൾ വായിച്ചു പോവുകയും ചെയ്യും. കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മൾ തെറ്റാണ് വായിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വരുന്ന മിസ്റ്റേക്ക് ഈ ഒരു പ്രശ്നം കൊണ്ടാട്ടോ വരുന്നത്. ഇനി ഡിസ്ലെക്സിയ, അതായത് വായനയിലും സ്പെല്ലിങ്ങിലും ഒക്കെ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കണ്ടീഷനാണ് ഡിസ്ലെക്സിയ. അപ്പോൾ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് എന്ത് പറ്റും? ഈ പുതിയ വാക്കുകളെ ചെറിയ ചെറിയ വാക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ചെറിയ സൗണ്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡീകോഡ് ചെയ്ത് വായിക്കാനുള്ള കഴിവുണ്ടാവില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ പുതിയ ഈ വാക്കുകൾ പഠിക്കാനും അവരുടെ ഈ വാക്കുകളുടെ ഡിക്ഷണറി ഉണ്ടാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ഡീകോഡ് ചെയ്ത് വായിക്കുന്നതിന് ഫോണോളജിക്കൽ വേ ഓഫ് റീഡിംഗ് എന്ന് പറയും. ഓൾറെഡി അറിയാവുന്ന വാക്കുകളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പാറ്റേൺ കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയെ ലെക്സിക്കൽ വേ ഓഫ് റീഡിംഗ് എന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. താങ്ക് യു.